ഹേ ഗായ്സ്, നിങ്ങളൊക്കെ ഓണസദ്യയൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ദുബായിലെ ബാച്ചിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ഓണസദ്യ കിട്ടുന്നത് വളരെ റെയറാണ്. കാരണം ഞങ്ങൾക്ക് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ദുബായിലെ ഏകദേശം സമയം രാത്രി 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ രാത്രിയിൽ ഓണസദ്യ കഴിക്കാനെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. സോ ഫ്രണ്ട് വരുന്നുണ്ട്, ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. സോ വരുന്നുണ്ട്. എന്താ എങ്ങോട്ടാ പോണേ? ഓ ബ്ലോഗായിരുന്നു. പറയാൻ പാടില്ല. എങ്ങോട്ടാ പോണേ? ഫുഡ് കഴിക്കാനല്ലേ. എന്താ കഴിക്കുക? ഓണസദ്യ ആണോ? ഓണസദ്യ കഴിക്കാം. ഓണസദ്യ ആര് വാങ്ങിച്ചു? ഞാൻ. പക്ഷേ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ട്രൈ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അതുപോലെ ഞങ്ങൾ കണ്ടാണ് ബോട്ട് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ നേരെ അതിനുള്ളിലേക്ക് കയറി ഓണസദ്യ കഴിക്കാനായിട്ട് കയറിയതാണ്. പക്ഷേ അവിടെ സദ്യയുടെ ഐറ്റംസുമായിട്ട് ഒന്നുമില്ലായിരുന്നു. സോ അവർ നമുക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് കൊണ്ടുതരും ഫസ്റ്റ്. അതിന് ശേഷം നമ്മൾ മെനു കാർഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്. മെനു കാർഡിൽ എല്ലാ തരം സീ ഫുഡും അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. സോ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസഭ്യം പറയാതിരിക്കണോ? അല്ല, ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ കൊണ്ടല്ലുണ്ടാവില്ല. അതെ, ഓണത്തിന് ബിരിയാണി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ കഴിച്ചത് ഓണത്തിന് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഈ ഒരു ഐറ്റം ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. സോ നല്ല അടിപൊളി ഐറ്റം എന്ന് വെച്ചാൽ അടിപൊളി സാധനം. ഫിഷിൻ്റെ ഈ ഒരു ഐറ്റമാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് എന്തായാലും ഞങ്ങൾക്ക് സദ്യ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഓണത്തുമ്പി വന്നാട്ടെ, ഓമനത്തുമ്പി വന്നാട്ടെ, ഒരു നല്ല കഥ പറയാൻ വന്നിരുന്നാട്ടെ.